ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഇന്നിവിടെ എൻ്റെ ഫേസിൽ നിറച്ചും ഹെയറാണ്. ഹെയർ മാത്രമല്ല, കുറച്ച് ആകെ മൊത്തം ഒരു വൃത്തികേടായിട്ടിരിക്കുകയാണ്. ഞാൻ കുറേ നാളെ സ്ക്രബൊക്കെ ചെയ്തിട്ട് കുറേ കുരുക്കളും കാര്യങ്ങളൊക്കെ രോമങ്ങളൊക്കെ ഉണ്ടല്ലേ. സോ ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന്. അപ്പം നമുക്കതിനായിട്ടൊരു ബൗളിനകത്തോട്ട് ഇച്ചിരി പഞ്ചസാരയും ഒരിച്ചിരി കാപ്പിപ്പൊടിയും അതേപോലെ തന്നെ ഞാനിവിടെ ഒരിച്ചിരി തേനും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ തേനാണ്, തേനീച്ചക്കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഫേസ് ജസ്റ്റ് ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് നനയ്ക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് സ്കിന്ന് മുറിയാതൊന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം അതെല്ലാം ഒന്ന് ജസ്റ്റ് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം മിക്സ് ആയതിന് ശേഷം നമുക്കതെടുത്ത് മുഖത്തോട്ടൊന്ന് അപ്ലൈ ചെയ്യാം. സോ ഈ ഒരു രീതിയിലായിരിക്കും ആ പേസ്റ്റ് വരിക. അതിനുശേഷം നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ജെൻറ്റിലായിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട്. ഇട്ടങ്ങ് ഒത്തിരി ഉരയ്ക്കരുത്. അപ്പോൾ അങ്ങനെ ഉരയ്ക്കുമ്പോൾ മുറിവുകളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് നേരം സ്ക്രബ് ചെയ്യരുത്. ഒരു 2-3 മിനിറ്റ്സ് അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ. അത്രയും തന്നെ വേണ്ട. എന്നാലും അത്യാവശ്യം എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് ഡെഡ് സ്കിൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും ഭയങ്കര കുരു ചെറിയ ചെറിയ കുരുക്കളുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു 2-3 മിനിറ്റ്സ് സ്ക്രബ് ചെയ്യാറുണ്ട് പൊതുവേ. അപ്പോൾ നല്ല രീതിയിൽ മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ഞാൻ സ്ക്രബ് ചെയ്യേണ്ടത് കൂട്ടത്തിൽ എപ്പോഴും ചുണ്ടും ഒന്ന് സ്ക്രബ് ചെയ്യും. എൻ്റെ ചുണ്ടാകെ മൊത്തം ഒരു ഡാർക്ക് കളറാണ്, ലൈക്ക് ഒരു പിഗ്മെൻറ്റഡ് ലിപ്പാണ് എൻ്റെത്. അപ്പം ഞാനെപ്പോഴും അതൊന്ന് സ്ക്രബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗൈസ്, സ്ക്രബിങ് കഴിഞ്ഞു. അതിനുശേഷം ഫേസ് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം കാണുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു വ്യത്യാസം എനിക്ക് തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. നല്ല ഞാൻ ഈ ഹെയർ സ്ക്രബും ഹെയർ റേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തേൻ അപ്ലൈ ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ തേൻ അത് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ എപ്പോഴും ഈ തേൻ അപ്ലൈ ചെയ്യും. ഈ തേനാണെങ്കിൽ മേടിച്ചതൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ തേനീച്ച കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയ തേനാണ്. എൻ്റെ അമ്മ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാനതെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യും. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് നിങ്ങൾക്കും ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യാം. നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ടു ഹീലിംഗ്. സോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ മുഖം കഴുകി വന്നു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യുകയാണ് ഫേസ് ഒന്ന്. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ എൻ്റെ കയ്യിലുള്ളത് സെറ്റാഫിലാണ്. അത് തീരാറായി ഗൈസ്, ഇച്ചിരിയേ ഉള്ളൂ. എനിക്ക് കിട്ടൊന്നും വരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഞെക്കിയെടുക്കുന്നത്. ഒരിത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിന് വരണം. മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ടിപ്പും പറയാനുണ്ട്. നിങ്ങൾ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓയിൽ മസാജ് ഫേസിന് ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്താൽ വളരെ നല്ലതാണ്. ഞാൻ ഓയിൽ മസാജ് ചെയ്തില്ല, സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ ചെയ്തു ഗൈസ്. ഇതാണ് എൻ്റെ ഒരു ഫേസിൻ്റെ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ, പ്ലീസ് ഡു ലൈക്ക്